സാംഖ്യകാരിക ശ്ലോകം 25. സാത്വിക ഏകാദശകഃ പ്രവർത്തതേ വൈകൃതാദഹങ്കാരാത് ഭൂതാദിസ്തന്മാത്രഃ സ താമസസ്തൈജസാത് ഉഭയം. വൈകൃതാത് അഹങ്കാരാത് സാത്വികഃ ഏകാദശകഃ. സാത്വിക അഹങ്കാരഹേതുവായി സാത്വികമായ 11 ഇന്ദ്രിയങ്ങൾ പ്രകടമാകുന്നു. ഭൂതാദിസ്തന്മാത്രഃ. ഭൂതാദിയായ തന്മാത്ര സ താമസഃ. അത് താമസമാകുന്നു. തൈജസാത് ഉഭയം. രാജസത്താൽ രണ്ടും പ്രവർത്തതേ പ്രവർത്തിക്കുന്നു. സാത്വിക അഹങ്കാരത്താൽ സാത്വികമായ ദശേന്ദ്രിയങ്ങളും മനസ്സും ഉൽപ്പന്നമാകുന്നു. പഞ്ചഭൂതങ്ങൾക്ക് ആദികാരണമായ തന്മാത്ര താമസ അഹങ്കാരത്തിൽ നിന്ന് ഉളവായതാണ്. സാത്വിക അഹങ്കാരവും താമസ അഹങ്കാരവും രാജസ അഹങ്കാരത്താലാണ് പ്രവർത്തനക്ഷമമാകുന്നത്. സാത്വിക ഏകാദശകഃ പ്രവർത്തതേ വൈകൃതാദ് അഹങ്കാരാത് ഭൂതാദിസ്തന്മാത്രഃ സ താമസസ്തൈജസാത് ഉഭയം. ബുദ്ധീന്ദ്രിയാണു ചക്ഷുഃ ശ്രോത്രഘ്രാണരസനത്വഖ്യാനി വാക് പാണിപാദപായുസ്താൻ കർമ്മേന്ദ്രിയാണ്യാഹു. ബുദ്ധീന്ദ്രിയാണി ജ്ഞാനേന്ദ്രിയങ്ങൾ, ചക്ഷുഷ് ശ്രോത്രം ഘ്രാണം രസന ത്വക്ക് എന്നിങ്ങനെ പറയപ്പെടുന്നു. വാക് പാണി